വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കി ഇരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും പറ്റിയാലും ചെയ്യും. ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വെച്ചെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. വേറൊന്നുമല്ല, വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വെള്ളം അടിച്ചുകൊണ്ട് പാസഞ്ചറിനെ കൂടെ കൊണ്ടുപോകുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ആ ഒരു കാര്യം പെങ്ങൾ പറഞ്ഞ കാര്യം 100% അംഗീകരിക്കുന്നുണ്ട്. പ്രായമായ ഒരാളല്ലേ, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്റ്റുഡിയോയും പുള്ളിക്കാരനെ അത് തിരിക്കണമെന്നില്ല. നിങ്ങളൊക്കെ പുതിയ ആൾക്കാരും പുതിയ ഭാഷാ രീതികളും ഒരുപക്ഷെ അയാൾക്ക് അത് മനസ്സിലായി കാണണം എന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ ഈ അടുത്തിടെ ഒരു 4-5 മാസത്തേക്ക് മുന്നേ ഒരു സംഭവം നടക്കുകയുണ്ടായി. കേരളത്തിൽ മുല തട്ടി ഒരാൾ മരിച്ചു. ഒരുപക്ഷെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരിക്കും ഇങ്ങനെ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അന്ന് ബസ്സിനകത്ത് ഒരു പെൺകുട്ടി തന്റെ ശരീരഭാഗം, മുലയുടെ ഭാഗം കൊണ്ട് ഒരു മനുഷ്യന്റെ ദേഹത്തോണ്ട് അങ്ങോട്ട് കൊണ്ടിട്ട് മുട്ടിച്ച് അതിന് വീഡിയോ എടുത്തു സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തു. അവസാനം ആ പെൺകുട്ടിക്ക് ഇല്ലാത്ത ഒരു സാധനം അയാൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനം. അതുകൊണ്ട് തന്നെ അയാൾ പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരാളിന്റെ വീഡിയോ നമ്മൾ പബ്ലിക്കിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇദ്ദേഹം വെള്ളം അടിച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള MVDയോ പോലീസിനെയൊക്കെ നിങ്ങൾ വിവരം അറിയിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ നാളെ ഈ അമ്മാവനും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഇപ്പോൾ കേരള പോലീസിന്റെ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തികളുടെ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഒഫൻസാണ്. അത് ഇത്രയും രൂപ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ 3 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള പുതിയ നിയമ പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പെങ്ങളൊന്ന് മനസ്സിലാക്കി. സ്റ്റിയറിംഗ് ഇപ്പൊ ആളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ പെങ്ങൾ ഇതിനകത്ത് പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ഹാൻഡിലാണ് വരുന്നത്, സ്റ്റിയറിംഗ് അല്ല. അപ്പൊ ഇനിയെങ്കിലും പറയുമ്പോൾ ആ തെറ്റി തിരുത്തി പറയുക.